FIUG വന്ന സമയത്തൊക്കെ ഈ ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷയാണ്. പക്ഷേ ഇത് ആദ്യം നടപ്പാക്കിയ കർണാടകയൊക്കെ പിന്നീട് അത് പിൻവലിച്ച് അവർ 3 ഇയർ ഡിഗ്രിയിലേക്ക് മടങ്ങിപ്പോയി. ഈ കേരളത്തിലും ഇപ്പോഴും അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ന മട്ടിൽ നിൽക്കുകയാണ്. അല്ലാതെ അതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു സ്ഥലത്തും എത്തപ്പെടുന്നൊരവസ്ഥയില്ല. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുമോ? അല്ല, ഇപ്പോൾ FIUG ഇത് താങ്കൾ പറഞ്ഞ പോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവർ കണ്ടുപിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ കിട്ടാതെ വലിയ തരത്തിൽ അവർ പ്രയാസം വരും. ഇപ്പോൾ പൈസ കൊടുത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടി വരുന്ന കുറേയധികം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ കുറേയധികം പ്രശ്നങ്ങൾ ഇന്ന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്, അധ്യാപകർ നേരിടുന്നുണ്ട്, വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കുറേ കൂടി അങ്ങനെ സ്മൂത്താക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ തീർച്ചയായിട്ടും അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. ഈ കേരളത്തിലൊരു വിചിത്രമായ കാര്യം, കേരളത്തിലെ സർവകലാശാലയുടെ VCയെ നിയമിക്കുന്നതിന് ഒരു ജാതി സമവാക്യമുണ്ട്. അപ്പം അത് മറികടന്ന് അപൂർവമായിട്ടേ നിയമിക്കാറുള്ളൂ. അത് ഒരു യഥാർത്ഥത്തിൽ VC വൈസ് ചാൻസലർ എന്നാൽ ഇത്രയും കാലത്തിനിടയിൽ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ പോലും, എത്രയോ അക്കാഡമിഷ്യന്മാരുണ്ട്, പക്ഷേ ഒരാളെ പോലും കേരളത്തിൽ ഒരു സർവകലാശാലയുടെ VC ആയി നിയമിച്ചില്ല. അത് കേരളത്തിന് തന്നെ ഒരു നാണക്കേടാണ്. അപ്പോൾ ഈ ജാതി നോക്കി ഇന്ന മതവിഭാഗത്ത് ഇന്ന ജാതിക്ക് ഇന്ന സർവകലാശാലയുടെ VC, ആ രീതിക്ക് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും സർവകലാശാലകളിലെ ഇത്തരം നിയമനങ്ങളിൽ ഒറ്റ മാനദണ്ഡം ക്വാളിറ്റി മാത്രമായിരിക്കണം. അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ വരുമ്പോഴാണ് സർവകലാശാലകൾക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സർവകലാശാലകളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്നത്. അത് സർവകലാശാലകളിൽ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് പാടില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാം കടന്നു വന്നത്, നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയമായൊരു ബോധം കിട്ടി, ഇതെല്ലാം അത് ഉറച്ചതൊക്കെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതിൻ്റെ ഒരു വലിയ കാര്യമുണ്ടാകും. അങ്ങനെയാണല്ലോ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തെക്കുറിച്ചുള്ളൊരു ആഴത്തുള്ള ബോധ്യം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പല ക്യാമ്പസുകളിൽ നിന്നും ഇപ്പോൾ സ്വകാര്യ ക്യാമ്പസുകളിൽ നിന്നാണെങ്കിൽ ഏറെക്കുറെ പൂർണ്ണമായി രാഷ്ട്രീയം അസ്തമിച്ചു പോകുന്നു. ഈ കുറച്ച് ക്യാമ്പസുകൾ മാത്രമായി രാഷ്ട്രീയം ചുരുങ്ങി വരികയാണ്. കേരളത്തിലൊരു 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയല്ല. റോജി പഠിച്ച കാലത്ത് നിന്ന് ഈ കാലത്തേക്ക് എത്തുമ്പോഴേക്കും ആ രാഷ്ട്രീയം അത് യഥാർത്ഥത്തിൽ മടക്കി കൊണ്ടുവരേണ്ടത് അനിവാര്യ. ക്യാമ്പസുകളിൽ നിർബന്ധമായും രാഷ്ട്രീയം ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെയാണ് ഞങ്ങളൊക്കെ കടന്നു വന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് മോശം ഏർപ്പാടൊന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്. നമ്മൾ വളരെയധികം ആവർത്തിച്ച് കേട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് ദ പൊളിറ്റിക്സ് ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ, യു ഷുഡ് ഡിസൈഡ് വാട്ട് യുവർ പൊളിറ്റിക്സ് ഷുഡ് ബി. രാഷ്ട്രീയമാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയം എന്താണെന്ന് നിർണ്ണയിക്കുന്നത് നമ്മളായിരിക്കണം, നമ്മളോരോരുത്തരുമായിരിക്കണം. അല്ലാണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ചുമതലപ്പെടുത്തി ഇത് നമ്മുടെ പണിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ഈ വേറെ ചില ആളുകൾ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കുക, രാഷ്ട്രീയത്തിനോടുള്ളൊരു എക്സ്പോഷർ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 18 വയസ്സിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ക്യാമ്പസിൻ്റെ ചെയർമാൻ ആരായിരിക്കണം, പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിക്കൂടെ അവർക്ക്? അത് അവർക്കുണ്ടാവണം. ഞാൻ പറയാം, അതുകൊണ്ട് രാഷ്ട്രീയം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ ഇതില്ലാണ്ടാക്കി കളയല്ലോ അതിൻ്റെ സൊല്യൂഷൻ. വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ അതിലൂടെ കടന്നു വന്നവരാണ്. ഇപ്പോൾ കിരണിനൊക്കെ കോളേജ് കാലഘട്ടത്തിൽ ഓർമ്മയുണ്ടല്ലോ. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിട്ട് നിൽക്കുന്ന ക്യാമ്പസുകളിൽ മറ്റ് സംഘടനകളും മറ്റ് ശക്തികൾക്കോ ഒന്നും പ്രസക്തിയില്ല. ജാതി സംഘടനകൾക്കോ മറ്റ് വർഗീയ സംഘടനകൾക്കോ അല്ലെങ്കിൽ മറ്റ് സങ്കുചിത താല്പര്യങ്ങൾക്കോ ഒന്നും അവിടെ പ്രസക്തിയില്ല. ഈ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിന്ന് മാറുമ്പോൾ ആ സ്പേസിലേക്ക് കടന്നു വരുന്നത് ജാതി മത വർഗീയ സംഘടനകളൊക്കെ അവിടെ കടന്നു വരികയാണ്. ഇത് ക്യാമ്പസുകളിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടത്, UDF ക്യാമ്പസുകളിൽ ഒരു ജനാധിപത്യ രീതിയിലുള്ള സ്റ്റുഡൻറ്റ് ബോഡീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് സൃഷ്ടിക്കുമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസുകൾ സജീവമാക്കുമെന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾ പൊളിറ്റിക്സ് മനസ്സിലാക്കട്ടെ എന്താണെന്നുള്ളത്. അവരതിനകത്ത് താല്പര്യം ഉള്ള ആളുകൾ അതിലേക്ക് കടന്നു വരട്ടെ. ഇപ്പോൾ പല ക്യാമ്പസുകളിലും ഇപ്പോൾ ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ ചെല്ലും പറയും, നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് കിടക്കുമ്പോൾ നമ്മളോട് സാറുമാരും അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൽമാരും ഒക്കെ നമ്മളോട് പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ പഠിച്ചു കിടക്ക് എന്ന് പറയും. അതിനുശേഷം നമ്മളെ MLA മാരോ MP മാരോ ഒക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ അവിടെ വലിയ സ്വീകരണമായിരിക്കും. നമ്മളിതൊരു സുപ്രഭാതത്തിൽ ഒരാൾ MLA യും MP യും മന്ത്രിയോ ആയിട്ടൊന്നും വരില്ലല്ലോ. അപ്പം
ഇങ്ങനെ നമുക്ക് നല്ല MLA-മാരെയും MP-മാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ കിട്ടണമെങ്കിൽ അവർ ക്യാമ്പസുകളിൽ നിന്നൊക്കെ ഇത് മനസ്സിലാക്കി വന്നിട്ട് വേണം അവർ ഈ നിലയിലേക്ക് കടന്നു വരാനായിട്ട്. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കൊരു പൊളിറ്റിക്കൽ എക്സ്പോഷർ ഇല്ലാതെ അവരെങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്?